എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഈ ജനുവരി മാസം കന്നിരാശിയിലെ ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ പകുതി വരുന്ന നക്ഷത്ര ജാതർക്ക് 2026 ജനുവരി മാസം മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഗാർഹിക ആവശ്യങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുമ്പോൾ രണ്ടാം പകുതി എന്ന് പറയുന്നത് ബുദ്ധി, സന്താനം, ഭാവി പ്ലാനിങ്ങുകൾ എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്. ശനിയുടെ 7 സ്ഥാനം ചില വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും 10 വ്യാഴത്തിന്റെയും 6 രാഹുവിന്റെയും സ്ഥാനം തൊഴിലിലും സാമ്പത്തികത്തിലും വലിയ തുണയായി വരുന്നതാണ്. ജനുവരി മാസത്തെ ഗ്രഹനിലകൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. ബുധൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ജനുവരി മാസം 17 തീയതി വരെ 4-ാം ഭാവത്തിലാണ്. ജനുവരി 17 ശേഷം 5-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. ഇവിടെ സൂര്യനുമായി യോഗവും ചേരുന്നുണ്ട്. ശുക്രൻ ജനുവരി 13 തീയതി വരെ 4-ാം ഭാവത്തിലാണ്. ഇവിടെ ദിഗ്ബലവും ലഭിക്കുന്നുണ്ട്. അതിനുശേഷം 5-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. മാസത്തിലുടനീളം ശുക്രൻ മൗഢ്യത്തിലായിരിക്കും. സൂര്യൻ ആദ്യ പകുതിയിൽ 4-ാം ഭാവത്തിലുമാണ്. ജനുവരി പകുതിയോടെ 5-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. ചൊവ്വ 5-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട്. വ്യാഴം 11-ാം ഭാവത്തിൽ സഞ്ചരിച്ച് 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയും പതിപ്പിക്കുന്നുണ്ട്. ശനി 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 6-ലും കേതു 12-ലുമാണ് സഞ്ചരിക്കുന്നത്. 2026 ജനുവരി മാസം കന്നിക്കൂറുകാർക്ക് തൊഴിൽപരമായി വളരെ നിർണായകമായ ഒരു മാസമാണ്. 10-ാം ഭാവത്തിലെ വ്യാഴവും 6-ാം ഭാവത്തിലെ രാഹുവും നൽകുന്ന ഗുണഫലങ്ങൾ തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകുന്നതാണ്. കർമ്മഭാവമായ 10-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തൊഴിലിൽ ഉയർച്ചയും ബഹുമാനവും ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിന്റെ സ്ഥിതി മുമ്പ് ഉപേക്ഷിച്ച തൊഴിലിൽ അവസരങ്ങൾ വീണ്ടും നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുണ്ട്. പഴയ പ്രോജക്റ്റുകൾ പുനരാരംഭിക്കുവാനോ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ തിരുത്തലുകൾ വരുത്തി മെച്ചപ്പെടുത്തുവാനോ ഉള്ള ഈ സമയം ഉത്തമമാണ്. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു തൊഴിൽ സ്ഥലത്തെ ശത്രുക്കളെയും അസൂയക്കാരെയും നിഷ്പ്രഭരാക്കുന്നതാണ്. ഓഫീസിലെ മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും സഹപ്രവർത്തകരെ മറികടന്ന് അംഗീകാരങ്ങൾ നേടുവാനും സാധിക്കും. മാസത്തിന്റെ 2-ാം പകുതിയിൽ 5-ാം ഭാവത്തിൽ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജോലി സ്ഥലത്ത് പെട്ടെന്നുള്ളതും കൃത്യവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണം ചെയ്യുന്നതാണ്. ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ്, പോലീസ്, സൈന്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. 10-ാം ഭാവാധിപനായ ബുധൻ ജനുവരി 17 ശേഷം 5-ാം ഭാവത്തിലേക്ക് മാറുകയും സൂര്യനുമായി ചേരുകയും ചെയ്യുന്നു. ഇത് ബുധാദിത്യ യോഗം നൽകുന്നുണ്ട്. ബുദ്ധിപരമായ തൊഴിലുകളിൽ, അതായത് IT, അക്കൗണ്ടിംഗ്, അധ്യാപനം എന്നീ മേഖലകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച സമയവുമാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി 10-ാം ഭാവത്തിന് കേന്ദ്രത്തിൽ നിൽക്കുന്നതിനാൽ മേലധികാരികളുമായോ പങ്കാളികളുമായോ ആശയപരമായ ഭിന്നതകൾ ഉണ്ടാകാം. നിങ്ങളുടെ സംസാരത്തിൽ തെറ്റിദ്ധാരണകൾ കടന്നു വരുവാൻ സാധ്യതയുള്ളതിനാൽ ആശയവിനിമയം നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ചൊവ്വയുടെയും സൂര്യന്റെയും സ്വാധീനം മൂലം അമിതമായ ജോലിഭാരം ഏറ്റെടുക്കുവാൻ നിങ്ങൾ നിർബന്ധിതരായേക്കാം. ഇത് മാനസികമായ സമ്മർദ്ദത്തിന് കാരണമാകും. ചൊവ്വ 5 നിൽക്കുന്നതിനാൽ ജോലിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ തോന്നിയേക്കാം. എന്നാൽ ബുധൻ അനുകൂലമായതിനാൽ ആലോചിക്കാതെ ഒരു തീരുമാനവും നിങ്ങൾ കൈക്കൊള്ളരുത്. ശനിയുടെ സ്ഥാനം ബിസിനസ് പങ്കാളികളുമായി വിട്ടുവീഴ്ചകൾക്ക് സാഹചര്യം ഒരുക്കുന്നതാണ്. രേഖകളില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. 10-ലെ വ്യാഴം ബിസിനസ്സിന് അനുകൂലമാണെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നടത്തുന്നതാണ് ഏറ്റവും ഉചിതമായി കാണുന്നത്. ഇനി സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതും എന്നാൽ നേട്ടങ്ങൾക്ക് മുൻതൂക്കമുള്ളതുമായ മാസമാണ് 2026 ജനുവരി. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ധനഭാവമായ 2-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ഇതൊരു അനുകൂല ഭാവമാണ്. മുടങ്ങിക്കിടന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനും ശമ്പള വർധനവിനോ ആനുകൂല്യങ്ങൾക്കോ ഉള്ള സാധ്യതയും നൽകുന്നുണ്ട്. ജനുവരി മാസം 13-ാം തീയതി വരെ ശുക്രൻ 4-ാം ഭാവത്തിൽ ദിഗ്ബലത്തോടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് വീട്, വാഹനം, ഭൂമി എന്നിവയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. മാതാവിൽ നിന്നോ മാതൃസ്വത്തുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. 6-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ പഴയ കടങ്ങൾ തീർക്കുവാനുള്ള വഴികളും തെളിയുന്നതാണ്. ലോണുകൾ അനുവദിച്ചു കിട്ടുവാൻ അനുകൂലമായ ഒരു മാസവുമാണ്. മാസത്തിന്റെ 2-ാം പകുതിയിൽ 5-ാം ഭാവത്തിൽ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുകയും സൂര്യനും ബുധനും ഒപ്പമുണ്ടാകുകയും ചെയ്യുന്നതിനാൽ ഓഹരി വിപണി, ചിട്ടി, ലോട്ടറി എന്നിവയിൽ താല്പര്യം ജനിക്കുന്നതാണ്. ചൊവ്വ ഉച്ചത്തിലായതിനാൽ പെട്ടെന്നുള്ള ലാഭം നേടിയെടുക്കുവാൻ മനസ്സിൽ ചിന്തകൾ കടന്നുകൂടും. എന്നാൽ 12-ാം ഭാവമായ ചിങ്ങത്തിന്റെ അധിപനായ സൂര്യൻ 5 നിൽക്കുന്നത് കൊണ്ട് സ്പെക്കുലേറ്റീവ് ഇടപാടുകളിൽ ഒരു കരുതൽ വേണ്ടതാണ്. അമിത ആവേശം പണം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. അതിനാൽ കരുതലോടെയുള്ള നിക്ഷേപം മാത്രം നടത്തുക.
മാസത്തിന്റെ ആദ്യ പകുതിയിൽ വീട് മൂടി പിടിപ്പിക്കുക, ഫർണിച്ചറുകൾ വാങ്ങുക, വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. ഇത് പാഴ്ചെലവല്ല, മറിച്ച് ജീവിത നിലവാരം ഉയർത്തുന്ന ചെലവുകളാണ്. ജനുവരി 17 ശേഷം 5-ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ കൂടുന്നതിനാൽ കുട്ടികളുടെ പഠനത്തിനോ അവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി വലിയൊരു തുക ചെലവാക്കേണ്ടി വന്നേക്കാം. ശുക്രന് മൗഢ്യമുള്ളതിനാൽ ജനുവരി 17 ശേഷം നിങ്ങൾ ചതിക്കപ്പെടാതെ നോക്കേണ്ടതുണ്ട്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുക കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കാരണം അത് തിരികെ ലഭിക്കുവാൻ പ്രയാസമായിരിക്കും. 12-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ചിലവുകൾ, ഉദാഹരണത്തിന് ചികിത്സ സംബന്ധമായതോ തീർത്ഥാടന സംബന്ധമായോ ചിലവുകൾ ഉണ്ടായേക്കാം. കയ്യിൽ കരുതൽ ധനം സൂക്ഷിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇനി ദാമ്പത്യം, പ്രണയം, കുടുംബം എന്നീ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ദാമ്പത്യത്തിൽ കണ്ടക ശനി ദോഷം നൽകുന്നുണ്ട്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ ജോലി സംബന്ധമായി ദൂരത്തോ കഴിയേണ്ടി വന്നേക്കാം. ശുക്രൻ 4-ലും പിന്നീട് 5-ലും മാറുന്നത് സ്നേഹം നിലനിർത്തുവാൻ സഹായിക്കുമെങ്കിലും ശുക്രൻ മൗഢ്യത്തിലായതിനാൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ തടസ്സങ്ങൾ വരുന്നതാണ്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനും നിൽക്കുന്നത് കുടുംബത്തിൽ സന്തോഷം നൽകുന്നതാണ്. വീട് മൂടി പിടിപ്പിക്കുവാനോ പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാനോ സാധിക്കും. വ്യാഴത്തിന്റെ 4-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കുടുംബ സമാധാനം നിലനിർത്തി പോരുന്നതാണ്. 5 നിൽക്കുന്ന ചൊവ്വ സന്താനങ്ങളുമായി ചെറിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. അവരുടെ എടുത്തുചാട്ടം നിയന്ത്രിക്കേണ്ടി വരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു മാസമാണ് ജനുവരി. ബുധൻ 4-ലും 5-ലും സഞ്ചരിക്കുന്നത് കൊണ്ട് ബുദ്ധിശക്തിയൊക്കെ ജനുവരി മാസം ഉണ്ടാകും. 5-ാം ഭാവത്തിൽ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന മാസമാണ് ജനുവരി എന്ന് പറയുന്നത്. ആരോഗ്യകാര്യങ്ങളെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലെ രാഹു രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ്. 5 നിൽക്കുന്ന ചൊവ്വയും സൂര്യനും ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ധാരാളം വെള്ളം കുടിക്കുകയും എരിവുള്ള ഭക്ഷണം കുറയ്ക്കുകയും ചെയ്യുക. 2026 ജനുവരി മാസത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ജനുവരി മാസം 7-ലെ ശനിയും മൗഢ്യത്തിലുള്ള ശുക്രനുമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇതിനായി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം ചെയ്യുക. ഐക്യമത്യ പുഷ്പാഞ്ജലി വഴിപാട് കൂടി ചെയ്യുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ശുക്രൻ മൗഢ്യത്തിലായതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടോത്തര ജപം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പൂജയിലും പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതാണ്. 2026 ജനുവരി മാസം കന്യരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ്. മാസത്തിന്റെ ആദ്യ പകുതി ജനുവരി 1 മുതൽ 15 വരെ വീട്, വാഹനം, കുടുംബം എന്നിവയ്ക്ക് അനുകൂലമാണ്. മനസ്സമാധാനം ലഭിക്കും. മാസത്തിന്റെ 2-ാം പകുതി ജനുവരി 16 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾ ബുദ്ധിപരമായ കാര്യങ്ങൾക്കും മക്കൾക്കും പ്രാധാന്യമാണ്. എന്നാൽ നിങ്ങളുടെ ദേഷ്യവും നിയന്ത്രിക്കേണ്ടതുണ്ട്. ശനിയുടെ 7-ാം ഭാവസ്ഥിതി മൂലം ബന്ധങ്ങളിൽ ക്ഷമയും വേണ്ടതാണ്. 10-ലെ വ്യാഴവും 6-ലെ രാഹുവും തൊഴിൽപരമായും സാമ്പത്തികമായും നിങ്ങളെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രാപ്തിയുള്ളവരാണ്. ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കന്യരാശിക്കാരായ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും വിട്ടുപോകരുത്. വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പമനുസരിച്ച് ഈ നൽകിയ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളും വരുന്നതാണ്. ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ്. എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.